ഡ്രോയിങ് പഠിക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എലമെൻറ്റ്സ് ഓഫ് ആർട്ട്. എലമെൻറ്റ്സ് ഓഫ് ആർട്ടിൽ നമ്മൾ ആദ്യം പഠിച്ചത് ലൈൻസിനെ കുറിച്ചാണ്, പിന്നെ ഷേപ്സിനെ കുറിച്ച് പഠിച്ചു, ഫോംസിനെ കുറിച്ച് പഠിച്ചു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ടെക്സ്ചറിനെ കുറിച്ചാണ്. ടുഡേയ്സ് വീഡിയോ സ്പോൺസർഡ് ബൈ artfactoryonline.com. കേരളത്തിൻ്റെ സ്വന്തം ഓൺലൈൻ ആർട്ട് ഷോപ്പാണ് ആർട്ട് ഫാക്ടറി. നിങ്ങൾക്ക് ആവശ്യമുള്ള ആർട്ട് മെറ്റീരിയൽസ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്ന ഒരു ഓൺലൈൻ ആർട്ട് ഷോപ്പാണ്. ഇന്ന് നമ്മൾ ഫീച്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് നവനീതിൻ്റെ ഡ്രോയിങ് ബുക്സ് ആണ്. സ്കെച്ചിങ്ങും ഷെയ്ഡിങ്ങും ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പല ഡിഫറെൻറ്റ് ടോപ്പിക്സിൽ നവനീതിൻ്റെ ആർട്ട് ബുക്സ് അവൈലബിൾ ആണ്. artfactoryonline.com എന്ന സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ ബുക്സ് എല്ലാം വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ടെക്സ്ചർ ഈസ് ദ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് എ സർഫസ് എന്നാണ് ടെക്സ്ചറിൻ്റെ ഡെഫിനേഷൻ. ഫിസിക്കലി ബൈ ടച്ച് അല്ലെങ്കിൽ വിഷ്വലി നമുക്ക് ടെക്സ്ചർ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഒബ്ജക്റ്റ് നമുക്ക് കാണുമ്പോഴും അതല്ലെങ്കിൽ അത് തൊട്ടറിയുമ്പോഴും അതിൻ്റെ ടെക്സ്ചർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ടെക്സ്ചറിന് പ്രധാനമായിട്ട് 2 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. ഫിസിക്കൽ ടെക്സ്ചറും രണ്ടാമത്തേത് വിഷ്വൽ ഓർ ഇംപ്ലൈഡ് ടെക്സ്ചറും. ഫിസിക്കൽ ടെക്സ്ചർ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്ത് അനുഭവിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ടെക്സ്ചേഴ്സാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു പൂച്ച കിടക്കുന്നുണ്ട്, പൂച്ചയുടെ രോമമൊക്കെ നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും. അത് ഒരു ഫിസിക്കൽ ടെക്സ്ചറിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ചുമരിലുള്ള ടെക്സ്ചർ, മരത്തിൻ്റെ തടിയിലുള്ള ടെക്സ്ചർ, നമ്മുടെ മുമ്പിലുള്ള ഒബ്ജക്റ്റുകൾ, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുള്ള യഥാർത്ഥ ഒബ്ജക്റ്റുകളാണ് ഫിസിക്കൽ ടെക്സ്ചറിന് എക്സാമ്പിൾ. രണ്ടാമത്തെ കാറ്റഗറി വിഷ്വൽ ഓർ ഇംപ്ലൈഡ് ടെക്സ്ചർ. വിഷ്വൽ ഓർ ഇംപ്ലൈഡ് ടെക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്ചർ, നമ്മൾ ഡ്രോയിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പൂച്ചയുടെ രോമം വരയ്ക്കുകയാണെങ്കിൽ പൂച്ചയുടെ രോമം യഥാർത്ഥത്തിൽ അവിടെ കൊണ്ട് വയ്ക്കലല്ലോ നമ്മൾ ചെയ്യുന്നത്. അത് പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ പെയിൻറ്റ് കൊണ്ട് ആ ഒരു ഫീല് വിഷ്വലി ക്രിയേറ്റ് ചെയ്തെടുക്കും. അത് നമുക്ക് ടച്ച് ചെയ്ത് അനുഭവിക്കാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്കത് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നല്ല ക്ലൗഡ്സ് വരയ്ക്കുമ്പോൾ, ക്ലൗഡ്സ് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും, നല്ല കളറിൽ നീലാകാശം, നല്ല വെളുത്ത ക്ലൗഡ്സ് പെയിൻറ്റ് ചെയ്യുമ്പോൾ കാണുന്ന ആൾക്ക് നല്ല സ്മൂത്തായിട്ടുള്ള ക്ലൗഡ്സ് മനസ്സിലൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ. പുള്ളി അത് ആ പെയിൻറ്റിലൊന്നും ടച്ച് ചെയ്യാൻ പോകുന്നില്ല, ടച്ച് ചെയ്താലും പുള്ളിക്ക് വേറെ ഫീലിംഗ് ഒന്നും കിട്ടാനും പോകുന്നില്ല. പക്ഷേ കാണുമ്പോൾ വിഷ്വലി ഒരു ഇമ്പാക്റ്റ് കാഴ്ചക്കാരന് കിട്ടും, എന്താണ് ആ ടെക്സ്ചറിൻ്റെ ഫീല്. അതുപോലെ തന്നെ ചില വാട്ടർ കളർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഡ്രൈ ബ്രഷ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പാറകളിൽ ഭയങ്കരമായിട്ട് ടെക്സ്ചേഴ്സ് ഉണ്ടാക്കും, നല്ല ഡ്രൈ ആയിട്ടുള്ള ടെക്സ്ചേഴ്സ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല പരിവരുത്ത പാറയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം അങ്ങനെ വിഷ്വലി നമുക്ക് മനസ്സിലാക്കി തരുന്ന ടെക്സ്ചറാണ് വിഷ്വൽ ഓർ ഇംപ്ലൈഡ് ടെക്സ്ചർ എന്ന് പറയുക. അപ്പോൾ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഇതുപോലെ ടെക്സ്ചേഴ്സ് കാഴ്ചക്കാരിൽ എത്തിക്കാനായിട്ട് ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യും. ടെക്സ്ചർ എത്തിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഇമോഷനും കൂടി കൺവേ ചെയ്യാണ് പെയിൻറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ ഡ്രോയിങ്ങിലേക്ക് ഒരു പടി കൂടി ആ കാഴ്ചക്കാരൻ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടെക്സ്ചർ. അപ്പോൾ ടെക്സ്ചറിൽ പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പാറ്റേൺസ് ആണ്. പാറ്റേൺസ് പറയുന്നത് സിംപിളി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് ആണ്. നമുക്ക് യഥാർത്ഥ ലോകത്തുള്ള കുറേ വസ്തുക്കൾ എടുത്തിട്ട് അതിൽ നിന്ന് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പാറ്റേൺസിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിഷിൻ്റെ പുറത്തുള്ള ചെതുമ്പൽ, അതിനൊരു പാറ്റേൺ ഉണ്ട്. അത് റിയൽ ലൈഫിൽ ശരിക്കും ഉള്ള പാറ്റേൺ ആണ്. ആ പാറ്റേൺ നമ്മൾ കണ്ടുപഠിച്ച്, അത് വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കണ്ടുപഠിച്ച് അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യും. കളേഴ്സ് ഉപയോഗിച്ചിട്ടും ലൈൻസ് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും ഒരു ഇൻഫ്ലുവൻസ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹണി കോംബ്, തേനീച്ചയുടെ കൂടിനൊരു പാറ്റേൺ ഉണ്ട്, അത് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന പോലത്തെ പാറ്റേൺ ആണ്. അപ്പം അങ്ങനത്തെ പാറ്റേൺസൊക്കെ നമ്മൾ ഫാഷൻ ഡിസൈനേഴ്സും അതല്ലെങ്കിൽ പോസ്റ്റർ, വെബ്, ലോഗോ അങ്ങനെ ഡിസൈൻ ചെയ്യുന്നവരൊക്കെ അങ്ങനത്തെ പാറ്റേൺസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പാറ്റേൺ എന്ന് പറയുന്ന സംഭവം ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു മതിൽ വരയ്ക്കുകയാണെങ്കിൽ അതിൽ പാറ്റേൺസ് ഉണ്ട്, അതിലെ ബ്രിക്കിന് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ട്, അത് സെയിം പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ പാറ്റേൺസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടെക്സ്ചർ ക്രിയേഷൻ എന്നുള്ളൊരു സബ്ജക്റ്റിൽ. അതുകൊണ്ടാണ് പാറ്റേൺസിനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു പടം വരച്ച് നോക്കാം. നമ്മൾ തിയറി എത്ര പറഞ്ഞാലും ഒരു പടം വരച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് ആർട്ടിൽ ഞാൻ അവസാനത്തെ ഭാഗത്ത് എന്തായാലും ഒരു പടം വര കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പടം വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ പാറ്റേൺസ് എന്താണെന്ന് മനസ്സിലാക്കാം. പടം വരയ്ക്കുമ്പോൾ നിങ്ങളും എൻ്റെ ഒപ്പം വരയ്ക്കുക. നിങ്ങളുടെ അടുത്തൊരു ബുക്കും ഒരു പെൻസിലും ഒരു ഇറേസറും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം.
നമുക്ക് ആദ്യം ട്രീ വരയ്ക്കാം. ട്രീയുടെ മുകളിലൊരു പാറ്റേൺ ഉണ്ട്, അതിൻ്റെ മുകളിലൊരു ടെക്സ്ചർ ഉണ്ട്. ആ ടെക്സ്ചർ നമുക്ക് വരച്ച് നോക്കാം. നമ്മൾ കഴിഞ്ഞ ലാൻഡ്സ്കേപ്പിൽ നമ്മൾ ട്രീ വരച്ചിട്ടുണ്ടായില്ലേ, നമ്മൾ ഫോം അല്ലെങ്കിൽ ഷേപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ട്രീ വരച്ചത്. അപ്പോൾ നമുക്ക് അതിൽ അടുത്ത എലമെൻറ്റ് നമ്മുടെ കൊണ്ടുവരാം. നമുക്ക് നമ്മുടെ ടെക്സ്ചർ ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ 2 ലൈൻസ് വരയ്ക്കുക. അപ്പോൾ ഇതൊരു ഫോമാണെന്ന് വിചാരിക്കുക. അതായത് ട്രീ ഒരു 3 ഡയമെൻഷണൽ സ്പേസിലിരിക്കുന്നൊരു ഒബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ടെക്സ്ചേഴ്സ് ചെയ്യാൻ പോവാണ്. ട്രീയിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഹോൾസ് ഇടാം. ഇനി നമുക്ക് ലൈൻസ് യൂസ് ചെയ്ത് ഇതിന് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ടെക്സ്ചർ നമുക്ക് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. കളേഴ്സ് യൂസ് ചെയ്യാം, ലൈൻസ് യൂസ് ചെയ്യാം, ഷെയ്ഡ് യൂസ് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ ലൈൻസ് ഇടുകയാണ്. ഈ ഹോളിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ലൈൻസ് പോവും. അപ്പോൾ ട്രീയുടെ ലൈൻസ് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ ഇങ്ങനൊരു പാറ്റേൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ട്രീയുടെ ആ ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം. അപ്പോൾ അതിടുക. ഈ ലൈൻസ് തന്നെ നിങ്ങൾക്ക് ലൈൻ വെയിറ്റ് കൂട്ടിയും കുറച്ചും ഇടാം. നമ്മുടെ ആദ്യത്തെ ലൈൻസ് എന്നുള്ളൊരു സംഭവത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ലൈൻസ് കിട്ടിപ്പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനൊരു ലുക്ക് ആൻഡ് ഫീലുണ്ട്. അതിനെ ടച്ച് ചെയ്യുമ്പോൾ എന്താണ് ഫീൽ നമുക്ക് മനസ്സിലാവും. വളരെ റഫായിട്ടുള്ള ഒരു ട്രീയുടെ ഒരു പാറ്റേണാണ് നമ്മൾ വരച്ചത്. അപ്പോൾ ആ ഒരു ടെക്സ്ചർ നമുക്ക് ഇതിൽ തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നേരത്തെ ചെയ്ത നമ്മുടെ ഹൗസിൻ്റെ പാറ്റേൺ ഒന്ന് വരച്ച് നോക്കാം. നമ്മൾ കഴിഞ്ഞ ലാൻഡ്സ്കേപ്പിൽ ചെയ്ത അതേ സെയിം ഹൗസാണ് ചെയ്യാൻ പോകുന്നത്. ഹൗസിൽ നമ്മൾ ബ്രിക്ക് ഉണ്ടാവില്ലേ, ഇഷ്ടികയുടെ പാറ്റേൺ നമുക്ക് അതുപോലെ വരച്ച് നോക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു ടെക്സ്ചർ പോലെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രിക്ക് വരച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ബ്രിക്കിനൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒന്ന് റഫായിട്ട് ഞാനിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്, ആ റഫ്നെസ് ഫീൽ ചെയ്യാനായിട്ട്. ഞാൻ റോഡ് ടു എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. അപ്പോൾ അത് കാണുന്നവർക്കറിയാം, ഞാൻ ഫേസൊക്കെ വരയ്ക്കുമ്പോൾ, ഫേസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ടെക്സ്ചർ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. പലരും ടെക്സ്ചർ എന്നുള്ളൊരു ലെവലിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡ്രോയിങ് നിർത്തുന്നതായിട്ട് കാണാറുണ്ട്. ടെക്സ്ചറും കൂടി എത്തിയാലാണ് അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. കാണുന്ന ആൾക്ക് അത് ടച്ച് ചെയ്യുന്നൊരു ഫീല് കിട്ടണം. അപ്പോഴാണ് അത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് തോന്നുള്ളൂ. കണ്ടോ? ഇപ്പോൾ നമ്മൾ ട്രീയും വരച്ചു, ആ വീടിൻ്റെ ബ്രിക്സും വരച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ഒരാൾക്കറിയാം എന്താണ് ഇത് ടച്ച് ചെയ്യുമ്പോൾ എന്താണ് ഫീല് കിട്ടുക. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വീട് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കാണുന്ന ആൾക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തുള്ള എക്സാമ്പിളുകൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുമ്പിലുള്ള ഒരുപാട് ടെക്സ്ചറുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ഒരു മരത്തിൻ്റെ ഇല എടുത്ത് അത് പഠിക്കാം, മരത്തിൻ്റെ തടി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള വിറക് കൊള്ളിയോ ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ പെൻസിൽ കട്ട് ചെയ്യുമ്പോൾ അതിന് വരെ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ നിങ്ങൾ ഇതുപോലെ ലൈൻസും ഷെയ്ഡൊക്കെ ഉപയോഗിച്ചൊന്ന് വരച്ച് നോക്കുക. നിങ്ങളുടെ അറിവുകൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് വന്നാൽ നമ്മുടെ ഡ്രോയിങ്ങിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. ഡ്രോയിങ് എല്ലാം അടിപൊളിയാവും. ശരിക്കും പറഞ്ഞാൽ ടെക്സ്ചർ എല്ലാം നമ്മുടെ ഓർമ്മകളായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുക എന്ന് പറയാം. നമ്മൾ സാധാരണ ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഒരു ഫ്ലാറ്റായിട്ടുള്ള പേപ്പറിലല്ലേ പെയിൻറ്റിങ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കാഴ്ചക്കാരിലേക്ക് തോന്നിപ്പിക്കുക ചെയ്യുക. അത് ഒറിജിനൽ ടെക്സ്ചറാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു വീട് വരച്ചില്ലേ, ഈ ഒരു വീടിൻ്റെ ടെക്സ്ചർ, ആ ബ്രിക്കിൻ്റെ റഫ്നെസ്സൊക്കെ നമ്മൾ വെറുതെ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. പക്ഷേ കാണുന്ന ഒരാൾ ഇങ്ങനൊരു വീട് നേരിട്ട് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കാണുന്ന ആൾ ആ മെമ്മറിയിലേക്ക് പോയിട്ട് ആ മെമ്മറിയും കൂടി കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഡ്രോയിങ് കാണുമ്പോഴാണ്, ആ ഒരു രണ്ടും കൂടി ഒരുമിക്കുമ്പോഴാണ് നമ്മുടെ ഡ്രോയിങ്ങിന് ശരിക്കും ജീവൻ സംഭവിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ടെക്സ്ചർ എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ നമ്മൾ ആദ്യം
ലൈൻസ് പഠിച്ചു. ലൈൻസ് ഉപയോഗിച്ചിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു. ഷേപ്പിൽ നിന്നും നമുക്ക് ഒരു ഫോം ഉണ്ടാക്കാനായിട്ട് പഠിച്ചു. ഫോമിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ടെക്സ്ചർ കൊണ്ടുവരാനായിട്ട് പഠിച്ചു. അപ്പോൾ നമ്മൾ ഡ്രോയിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ എല്ലാവരും ഡ്രോയിങ് ഇമ്പ്രൂവ് ചെയ്യട്ടെ. എനിക്കറിയുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും സിമ്പിൾ സബ്ജക്റ്റാണ്, സിമ്പിൾ കാര്യങ്ങളാണെന്ന് വിചാരിച്ച് വിട്ട് കളയരുത്. ഇപ്പോൾ പോർട്രേറ്റ് വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ലാൻഡ്സ്കേപ്പ് വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ അതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് ഈ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. ബൈ.